ഹായ്, അപ്പോൾ ഞാനുള്ളത് മസ്കറ്റിലാണ് കേട്ടോ. ദേ ഇവിടെ റൈഡുമായിട്ട് വന്നതാണ്. റൈഡിന് ഞങ്ങളിപ്പോൾ സമയം എത്ര മണി? 1 മണിയായോ? 1 മണിയായി. ഇന്ന് റൈഡ് ഓടിച്ച് തന്നെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ 4 മണിക്ക് തിരിച്ചു പോകും. ഒറ്റ ദിവസത്തെ ഇതിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ കൈരളി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാണ്ട് ഇതേ ഷിയാബ് വിളിച്ചതാണ്. ഞങ്ങൾ നേരത്തോട്ടുള്ള പരിചയമാണ്. ഞാൻ നേരത്തെ എൻ്റെ കോഴിക്കോട് ഷോപ്പിന് ഇനാഗ്രേഷനൊക്കെ ഷിയാബ് വന്നായിരുന്നു. എന്തായാലും ഷിയാബിന് ഇവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ നേരത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരുപാട് സന്തോഷമാണ്. കാര്യം എന്താ പറയണ, ഷിയാബ് എന്തായാലും ഇവിടെ വന്നിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഷിയാബിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. ആള് അറക്കല, എവിടെയാണ്? ജസ്സിനാണ്. കൊച്ചിയിലാണ് ആള് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഉമ്മാൻ്റെ സ്ഥലം കണ്ണൂരാണ്, അറക്കലാണ്. എന്തായാലും സന്തോഷം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങൾ ഇത്ര റൈഡേഴ്സ് കുറച്ച് പേര് കൂടി ഉണ്ട് കേട്ടോ. അവിടെ റൂമിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പരിചയപ്പെട്ടിട്ട് ഒരാൾ ബാക്കിലുണ്ട് കേട്ടോ, ക്യാമറ പിടിക്കുകയാണ്. ഞങ്ങൾ 8 ദിവസമായിട്ടുള്ളൂ ഈ പരിചയം. ഒമാനിലേക്ക് റൈഡ് ചെയ്തിരിക്കുകയാണ്. ആകെ ഇവരൊക്കെ പരിചയമുള്ളത് 8 ദിവസത്തെ പരിചയമുള്ളൂ. ഒരു റൈഡ് പോയി, രണ്ടാമത്തെ റൈഡ് പോയി, മൂന്നാമത്തെ നമുക്ക് എനിക്ക് മസ്കറ്റിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് മസ്കറ്റിലേക്ക് റൈഡ് വെക്കാമെന്ന് ആൾ പറഞ്ഞതാണ്. അങ്ങനെ മസ്കറ്റിലേക്ക് റൈഡാണ്. ഇനി അടുത്തത് സൗദിക്ക്, ബഹ്റൈനിൽ, എന്താ പറയേണ്ടത്, വേറെ എവിടെയാണ്? ഖത്തർ. അങ്ങോട്ട് റൈഡ് പോവാണ്. ഓരോരോ പാർട്ടായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് റൈഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ പറയേണ്ടത്, നേരത്തെ ഞാൻ 2002 ഇവിടെ ഉള്ളതായിരുന്നു. അതിനുശേഷം ദുബൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എന്താ പറയണ്ട, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിശയമായിട്ട് തോന്നി. കാര്യം എന്താ പറയണ്ട, ഒരുപാട് പരിചയക്കാരെയൊക്കെ കണ്ട് സന്തോഷം. ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷിയാബ് വിളിച്ച് നോമ്പുറക്കാൻ വിളിച്ചിട്ട് എത്താൻ പറ്റിയില്ല. എന്തായാലും ഷിയാബ് വിളിച്ചിട്ട് ഇവിടെ വന്നതാണ്. സന്തോഷം. ഷിയാബ് എന്താ പറയാനുള്ളത്? കണ്ടേലും റഫീഖിനെ എനിക്കൊന്ന് ഒമാനിന് ഒരു 10-20 വർഷം ശേഷം ഒമാനിന്ന് കാണുന്നു. അതെ, നാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റഫീഖ് വന്നതിലും കണ്ടേലും വളരെ സന്തോഷമുണ്ട്. അധികാരമായിട്ട് പറഞ്ഞു, നിനക്ക് പറയാനായിട്ടൊരു വരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഇതിൽ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് പോലെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്, അങ്ങനെ കാണിക്കും. എൻ്റെ കയ്യിൽ വീഡിയോയിൽ മിക്കതും കട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും സന്തോഷം. റൈഡ് അതൊരു എന്താ പറയുന്നത്, ഈ ആളൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് കാറിനെ പറ്റിയല്ല സംസാരിക്കേണ്ടത്, ബൈക്കിനെ പറ്റി സംസാരിക്കുന്ന പറയണത്. കാറെ പറ്റി സംസാരിക്കില്ല ആളാണ് പറയണത്. ക്യാമറ പിടിക്കുന്ന സിറാജാണ് പറയണത്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ റൈഡ് അടിപൊളി റൈഡായിരുന്നു. അപ്പോൾ ഇനിയും റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്ത സലാല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.